Hey, my dear guys, welcome to the sessions of the CA Intermediate Paper Number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AS22 അക്കൗണ്ടിങ് ഫോർ ദ ടാക്സ് ഓൺ ഇൻകം. അപ്പം ഈ ഒരു AS എന്താണ് ഡിസ്കസ് ചെയ്തത്? നിങ്ങളുടെ ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ P&L-നകത്ത് കാണിക്കുന്ന എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ്. മാച്ചിങ് കൺസെപ്റ്റ് പാലിക്കുന്നതിനായിട്ട് നമ്മൾക്ക് പിന്നീട് ടൈമിംഗ് ഡിഫറൻസിനകത്ത് റിവേഴ്സൽ സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഫർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടാക്സിൻ്റെ ഇൻകവും ആൻഡ് അക്കൗണ്ടിങ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസത്തിനകത്ത് വരുന്ന ഈ ഒരു ഡിഫറൻസിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെഫർ ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡെഫർ ടാക്സ് എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് ഡെഫർ ടാക്സ് ലയബിലിറ്റി ആക്കി മാറ്റും. ആൻഡ് അത് നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ പേ ചെയ്തു ആൻഡ് ഭാവിയിൽ എന്ത് ചെയ്യും? കുറച്ച് പേ ചെയ്താൽ മതി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെഫർ ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡെഫർ ടാക്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് 3rd വീഡിയോ ആണ്. ദിസ് ദ ലാസ്റ്റ് വീഡിയോ. ആൻഡ് നമ്മളിപ്പം കുറച്ച് റിമൈനിങ് നിൽക്കുന്നത് നമ്മളുടെ കുറച്ച് ഒരു ചെറിയൊരു പാർട്ടാണ്. നിങ്ങൾക്കറിയാം നമ്മളുടെ സെക്ഷൻ 80 IA ആൻഡ് IB ആൻഡ് നമ്മളുടെ സെക്ഷൻ 10A ആൻഡ് 10B. ഓക്കെ, ഇതിനകത്ത് രണ്ടിനകത്തും ചില പർട്ടിക്കുലർ സെക്ടറിലുള്ള ബിസിനസ്സുകൾക്ക് എന്തുണ്ട്? അവരുടെ ഈ കുറച്ച് നാൾ ടാക്സ് ഹോളിഡേ കൊടുക്കുന്നുണ്ട്. ടാക്സ് ഹോളിഡേ എന്തിനാ? ഇത്രയും നാൾ നിങ്ങൾ ചെയ്തു, ബട്ട് എന്ത് വേണ്ട, ടാക്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് കുറച്ച് റിലീഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് 150 JB എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് മാറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ CA ഇൻ്റർമീഡിയറ്റിനകത്ത് നമുക്ക് AMT ആയിരിക്കും പഠിക്കാനുള്ളത്, CA ഫൈനലിനകത്തായിരിക്കും മാറ്റ് പഠിക്കാനുള്ളത്. ഓക്കെയാണ്. അപ്പം ഈ 3 കോൺസെപ്റ്റുകളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്ലി നമുക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ 80 IA IB ആൻഡ് ദ 10A 10B ഇത് രണ്ടും ഡീൽ ചെയ്യുന്നത് സെയിം കോൺസെപ്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് പറയാം. സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ടൈമിംഗ് ഡിഫറൻസിനകത്ത് ഇതിൻ്റെ റിവേഴ്സൽ സംഭവിക്കുന്നത് ടാക്സ് ഹോളിഡേ ടൈമിലാണ് എങ്കിൽ എന്ത് വേണ്ട, നിങ്ങൾ ആ പർട്ടിക്കുലർ എമൗണ്ടിന് എന്ത് വേണ്ട, ഡെഫർ ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ 10 വർഷമാണ് നിങ്ങളുടെ ടാക്സ് ഹോളിഡേ എങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ഒരു ഡെഫർ ടാക്സ് റെക്കഗ്നൈസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സർ വൈ? എടാ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡെഫർ ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലായിരിക്കും? ടൈമിംഗ് ഡിഫറൻസിൻ്റെ പുറത്തായിരിക്കും. ഈ ടൈമിംഗ് ഡിഫറൻസ് ഇൻറ്റു ടാക്സ് റേറ്റ് ആയിരിക്കും വരുന്നത്. ഈ ഒരു പീരീഡിനകത്ത് നിങ്ങൾക്ക് എന്ത് വരത്തില്ല, ഒന്നും വരാത്തത് കൊണ്ട് ഇറ്റ് കംസ് ടു 0 ആയിട്ട് പോകും. കാരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം വന്നു, മറ്റൊരു വർഷം പോയി. മനസ്സിലായോ? അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ടാക്സ് ഹോളിഡേ ടൈമിന് നിങ്ങളൊന്നും റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ് AS പറയുന്നത്. വളരെ ലോജിക്കലായിട്ടുള്ള കാര്യമാണല്ലേ? ഓക്കെയാണോ? ടാക്സ് ഹോളിഡേ ടൈമിൽ റെക്കഗ്നൈസ് ചെയ്യൽ അതെന്ത് റിവൈസ് ചെയ്ത് വരുന്നതാണെങ്കിൽ ഓക്കെയാണോ? അവിടെ പ്രത്യേകിച്ച് ടാക്സിൻ്റെ ഇമ്പാക്റ്റ് വരത്തില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് അത് റിവൈസ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പം എന്നിട്ട് എന്താണ്, ആഫ്റ്റർ ദ പീരീഡിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ്ഡ് ദ ഇയർ വിച്ച് ദ ഡിഫറൻസ് വരുന്നത്. എന്നാണോ ആ ഡിഫറൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇയർ 1 ആണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയർ 1 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിക്കണം. ഓക്കെയാണോ? അത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ അത് റിവേഴ്സൽ ചെയ്യുന്നത് എന്താണ്? റിവേഴ്സൽ ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിലായിരിക്കണമെന്നേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദ സെയിം കൈൻഡ് ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. റെക്കഗ്നൈസ് ചെയ്യൽ ഡ്യൂറിങ് ദ പീരീഡിൽ ഇത് ഈ ടാക്സ് ഹോളിഡേ പീരീഡിൽ റിവേഴ്സൽ ആവുകയാണെങ്കിൽ ഓക്കെയാണോ? അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പീരീഡിനകത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, റെക്കഗ്നൈസ് ചെയ്താൽ മതി എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇനി 10A 10B ആൻഡ് ദ 18 IA IB എന്ന് പറയുന്നത് നമ്മുടെ 80 സെക്ഷൻ അറിയാമല്ലോ. അതെന്ന് പറയുന്നത് ഡിഡക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെയാണോ? ഡിഡക്ഷൻ എന്താ നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു ഇൻകം ഉണ്ടായിരിക്കും. ആ ഇൻകത്തിന് ഗവൺമെൻറ് എന്ത് ചെയ്യും? കുറച്ച് പർട്ടിക്കുലർ ഡിഡക്ഷൻ തരും. ആ ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം? നമ്മളുടെ ഇൻകം 0 ആവും. ഇനി പറയുകയാണെങ്കിൽ സെക്ഷൻ 10ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ എക്സംഷൻ പാർട്ട്. ആൻഡ് നിങ്ങൾ ഇന്നതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോളിഡേ ഉണ്ട്. നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യത്തില്ല,
ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ കുറയ്ക്കാൻ നിൽക്കത്തില്ല. ഇത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് എന്നും പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്മുടെ മാറ്റ് കോൺസെപ്റ്റിനകത്തോട്ട് പോകാം. മാറ്റ് കോൺസെപ്റ്റ് ഡീലിംഗ് വിത്ത് ചില കമ്പനികളുണ്ടല്ലോ, ചില കമ്പനികൾക്ക് എന്ന് പറഞ്ഞാൽ ബുക്കിനകത്ത് ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? പക്ഷേ അവരെടുക്കുന്ന ഡിഡക്ഷൻസും കുറച്ച് ടാക്സ് ബെനിഫിറ്റിൻ്റെ റീസൺ അനുസരിച്ച് എന്ത് വരും, അവർക്ക് ടാക്സ് വരത്തില്ല. അപ്പോൾ പബ്ലിക് നോക്കുവാണെങ്കിൽ ഓ മൈ ഗോഡ് എന്താണിത്, കമ്പനിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇവർ ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവും. ഗവൺമെൻറ് നോക്കുവാണെങ്കിലും എത്ര രൂപയാണ് വന്ന് അറിയണേ എന്നിട്ട് ടാക്സ് അടയ്ക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു അഡ്വാൻസ് ടാക്സ് പോലത്തെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യുക, ഇപ്പം അടച്ചു പോവുക. എന്തിൻ്റെ പുറത്ത്? ബുക്ക് പ്രോഫിറ്റിൻ്റെ പുറത്ത് അടച്ചു പോവുക. അങ്ങനെ അടച്ചു പോയിട്ട് നിങ്ങൾക്ക് അതൊരു ക്രെഡിറ്റ് ആയിട്ട് വെച്ചിട്ട് ഭാവിയിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് എടുത്ത് റിവേഴ്സ് ചെയ്തിട്ട് പോവാം. അത് കുഴപ്പമൊന്നുമില്ല. ബട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എന്ത് വേണം, അല്ലെ ടാക്സ് അടയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയണമെന്ന് പറയുന്നുണ്ട്. ഓക്കെയാണ്. അപ്പം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം, ഒന്നേ നോർമൽ ടാക്സ് അടയ്ക്കണം. നോർമൽ ടാക്സ് കൂടുതലാണെങ്കിൽ ആ നോർമൽ ടാക്സ് അടയ്ക്കും. ഇപ്പം മാറ്റാണ് കുറവ്, മാറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ നോർമൽ ടാക്സ് അടച്ചാൽ മതി. നോർമൽ ടാക്സ് മാറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. നോർമൽ ടാക്സ് കുറവാണ്, അപ്പോൾ ഈ മാറ്റിൻ്റെ സാധനം എടുത്ത് ചെയ്യാം. ഓക്കെയാണോ? അത് എന്താണ്, ക്രെഡിറ്റ് ആയിട്ട് കിടക്കും. ഇത്രയാണ് അതിനകത്തുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ടാക്സ് ആയിട്ട് വരുന്ന എത്രയായിരിക്കും, 50% ആയിരിക്കും ബുക്ക് പ്രോഫിറ്റിൻ്റെ. ഓക്കെയാണ്. മാറ്റ് എന്ന് പറയുന്നതിനകത്ത് ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ അത് നിങ്ങൾ ഓൾറെഡി എവിടെ പഠിക്കും, ഇൻകം ടാക്സിൽ പഠിക്കും. നമ്മുടെ എക്സാമിന് അതൊന്നും വരേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഇഫ് ആണെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെയാണ്, നിങ്ങൾക്ക് അത് ഡീൽ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ബുക്ക് പ്രോഫിറ്റ് എത്രയാണ്, ബുക്ക് പ്രോഫിറ്റ് ഇൻറ്റു 15% ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വരും, സർചാർജസ് സെസ്സും കൂടെ ആഡ് ചെയ്യും. ഓക്കെയാണോ? ഇനി നോർമൽ ടാക്സ്, ഇത് രണ്ടും കൂടെ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. വിച്ച് ഓർ ഈസ് ഹയർ ആയിരിക്കും നമ്മൾ എന്തെന്ന് കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യം അതിനകത്തുള്ളൂ. ഓക്കെ ആണോ? ഇത്രയും കോൺസെപ്റ്റാണ് നമ്മൾ ഡീല് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു പോവാം. ഓക്കെ ആണോ? യെസ്. ഇത് നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാത്തത് തന്നെയാണ്. നമ്മൾ ഇന്നലെ പഠിച്ച നമ്മൾ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ക്വസ്റ്റ്യനും കൂടെ ഡീൽ ചെയ്തിട്ട് മറ്റ് ക്വസ്റ്റ്യൻസിനകത്തോട്ട് പോവാം. ഓക്കെയാണോ? ഇതെന്ന് പറയുന്നത് ഒരു കമ്പനി ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, 2 ലക്ഷം രൂപ ലോസ് മെയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ലക്ഷം രൂപയ്ക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് ഒരു ഈ ലോസ് വരുന്നുണ്ട്. ആ ലോസിൽ അടുത്ത വർഷങ്ങളിൽ 1,20,000 രൂപകളായിരിക്കും പ്രോഫിറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഓക്കെയാണോ? നമ്മളപ്പോൾ അസ്യൂം ചെയ്യുന്നു ഈ 2 ലക്ഷം രൂപയ്ക്ക് എന്ത് വരുന്നുണ്ട്, ടാക്സ് വരുന്നുണ്ട്. ഗവൺമെൻറ് ഇങ്ങോട്ട് ടാക്സ് ആയിട്ട് തരത്തൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ആയിട്ട് അതിന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? 2 ലാക്ക് ഉണ്ട്, 2 ലാക്കിന് 40% ടാക്സ് വരുന്നുണ്ട്. ഓക്കെയാണോ? എന്ന് പറയുന്നത് 80,000. അതായിരിക്കും ഒരു ടൈമിംഗ് ഡിഫറൻസ്, ഒരു അസ്യൂം ഫിഗറാണ്. മനസ്സിലായോ? അപ്പോൾ അതെന്ന് പറയുന്നത് ഓക്കെ, അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിൽ 1 ലാക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. 1 ലാക്കിൻ്റെ 40% എത്രയാണ്, 40% ആണ് ടാക്സ് റേറ്റ്. ഈ 40% എടുക്കുവാണെങ്കിൽ എന്താണ്, ഗവൺമെൻറ് തരാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തുണ്ട്, ഡെഫർ ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 40,000 ഉണ്ടല്ലോ, ഇത് നമ്മൾ റിവേഴ്സ് ചെയ്യും. ബാലൻസ് എത്ര ഉണ്ടായിരിക്കും നമ്മുടെ ഇതിനകത്ത് എമൗണ്ട് കിടക്കുന്നത് എത്ര ഉണ്ടായിരിക്കും, നമുക്ക് കിട്ടാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ്. അതെന്ന് പറയുന്നത് 40,000 ഉള്ളൂ. അടുത്തത് 1,20,000 രൂപയാണ് ഇവർക്ക് എന്ത് വരുന്നത്, പ്രോഫിറ്റ് വരുന്നത്. 1,20,000 40% എന്ന് പറയുന്നത് ഇറ്റ്സ് കംസ് ടു 48,000 ആണ്. 48,000 രൂപയാണ്. 48,000 രൂപ. ഈ 48,000 രൂപയ്ക്കകത്ത് 8,000 എന്താണ്, 8,000 നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്. 40,000 ഓൾറെഡി നമ്മൾ P&Lനകത്ത് വന്നേക്കുന്ന ഫിഗർ തന്നെ. ഓക്കെയാണ്. ഇത് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. നമുക്ക് നമുക്ക് പേ ചെയ്യാനുള്ള ആ ഒരു എമൗണ്ടിന് നമ്മുടെ ലോസ് എമൗണ്ടിനകത്തുള്ള ടാക്സ് മനസ്സിലാവുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല, ഗവൺമെൻറ് ഇങ്ങോട്ട് തരത്തില്ല. അതിന് പകരം എന്താണ്, നിങ്ങൾക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തെടുത്തുകൊണ്ട് പോകാം എന്നുള്ള കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടാക്സ് എഫക്റ്റ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെയാണോ? റിവേഴ്സൽ ചെയ്യുന്നതാണ്. യെസ്. ഇനിയിപ്പം നമ്മൾ പഠിച്ച കോൺസെപ്റ്റിനകത്തോട്ട് പോവാം. ഓക്കെയാണ്. ഇതായിരിക്കും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്ന ഫിഗർ.
യെസ് യെസ്, ഇവിടാണ് നമ്മൾ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ സെക്ഷൻ 80 ആൻഡ് 10 അതും കൂടെ ഡീൽ ചെയ്യുന്ന ഒരു രണ്ടിനകത്ത് സെയിം കോൺസെപ്റ്റ് എന്ന രീതിയിൽ എടുത്താൽ മതി. ഒരു കമ്പനിയുണ്ട് വൈ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇവരെന്താണ് ഫുൾ ടാക്സ് ഫ്രീ എൻ്റർപ്രൈസ് ആണ് ദ ഫസ്റ്റ് 10 ഇയേഴ്സിനകത്ത് വരുന്നത്. അവരെന്താണ് ഈസ് ഇൻ ദ സെക്കൻഡ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണ് വരുന്നത്. ഡിപ്രീസിയേഷൻ്റെ ടൈമിംഗ് ഡിഫറൻസ് വെച്ചിട്ട് 200 ലക്ഷം 400 ലക്ഷമാണ് എന്ത് വരുന്നത് ഇയർ 1 ഇയർ 2 ഡിഫറൻസ് വരുന്നത്. ഫ്രം ദ തേർഡ് ഇയർ തൊട്ടിട്ട് എന്ത് ചെയ്യുന്നത് ടൈമിംഗ് ഡിഫറൻസ് റിവൈസ് ചെയ്യുന്നുണ്ട്. എത്ര 10 ലക്ഷം രൂപ വീതമായിട്ട്. ഇവിടെ വരുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിനകത്ത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര ആയിരിക്കും കിടക്കുന്നത് സെക്കൻഡ് ഇയറിനകത്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ സെക്കൻഡ് ഇയർ കഴിയുന്നു, തേർഡ് ഇയർ തൊട്ടിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് റിവേഴ്സൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ റിവേഴ്സൽ സംഭവിക്കുകയാണെങ്കിൽ എത്രയാണ്, ഇൻ ബിറ്റ്വീൻ 10 ഇയേഴ്സ് ഉണ്ട്. ഈ ഒരു 10 ഇയേഴ്സിനകത്ത് 8 ഇയേഴ്സ് ഉണ്ട്. 8 ഇയേഴ്സിനകത്ത് എന്ത് വരുന്നുണ്ട് 10 ലാക്ക് വീതം നമ്മൾ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണ്ട 80 ലാക്ക് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് AS22 പറയുന്നത്. ഇവിടുത്തെ ഒരു ഡിഫറൻസ്, ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 600 ആയിരിക്കും ടോട്ടൽ ഡിഫറൻസ് വരുന്നത്. അപ്പം റിവൈസ്ഡ് ഡ്യൂറിങ് ദ ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത് എത്രയാണ്, 80 ലാക്ക് ആയിരിക്കും വരുന്നത്. അപ്പം ഈ ടാക്സ് ഹോളിഡേ കഴിഞ്ഞിട്ട് വരുന്നത് എന്ത് ചെയ്യണം, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് AS22 പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന എത്ര ആയിരിക്കും ഫിഗർ, നമ്മുടെ 600 നിന്ന് 80 കുറച്ചു, 600 മൈനസ് 80 ദാറ്റ് കംസ് ടു 520. ആൻഡ് ദ ഡെഫേർഡ് ടാക്സ് വിൽ ബി നമ്മുടെ എത്രയാണ് ടൈമിംഗ് ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റു ദ ടാക്സ് റേറ്റ് ആയിരിക്കും വരുന്നത്. സോ എത്ര ആയിരിക്കും വരുന്നത്, 208 ലക്ഷമായിരിക്കും വരുന്നത്. ഓക്കെ ആണോ? എന്ത് ഫസ്റ്റ് ഇയറിനകത്ത് എത്രയാണ് നമുക്ക് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 200 ആൻഡ് ഇവിടെ ഉണ്ടായിരുന്ന ഡിഫറൻസ് റിവേഴ്സലിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് 80 ആണ്. അപ്പം ഫസ്റ്റ് ഇയറിനകത്ത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വിൽ ബി 120 ആയിരിക്കും ടൈമിംഗ് ഡിഫറൻസ് വരുന്നത്. അതിൻ്റെ ടാക്സ് റേറ്റ് ആണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ദ ലയബിലിറ്റി വിൽ ബി 48 ലാക്ക് ആയിരിക്കും വരുന്നത്. ഇത് സെക്കൻഡ് ഇയറിൽ 400 ലക്ഷം തന്നെയാണ് വരുന്നത്. അത് റിവേഴ്സൽ എന്താണ് ആഫ്റ്റർ ആയിരിക്കും, ഫിഫോ മെത്തേഡ് ആയിരിക്കുമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് എന്തുണ്ട് 120 ആയിരിക്കും. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 208 അല്ലെങ്കിൽ 208 ലാക്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് സെയിം കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, യെസ്, ഓക്കെ ആണോ? യെസ്, അടുത്തത് there is a question. യെസ്, ഇത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. ഇവിടെ എന്താ പറയുന്നത്, മാറ്റ് കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ മാറ്റ് കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അവിടെ മിസ്സായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് മാറ്റിനകത്ത് ഒരു സിറ്റുവേഷനകത്ത് ഡെഫേർഡ് ടാക്സ് എടുക്കുകയാണെങ്കിൽ എന്തിൻ്റെ പുറത്തേ ചെയ്യാവൂ, നിങ്ങളുടെ ഇൻകം ടാക്സ് റെഗുലർ ടാക്സ് റേറ്റിൻ്റെ പുറത്തേ നിങ്ങൾ ഡെഫേർഡ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാവൂ. ഓക്കെ ആണോ? അല്ലാതെ മാറ്റ് ടാക്സ് റേറ്റ് 15%-ൻ്റെ ഭാഗത്തൊന്നും എടുത്ത് ചെയ്യൽ. നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട് എവർ ദ കേസ് മേ ബി, നിങ്ങൾക്ക് കറണ്ട് ടാക്സ് വരുന്ന മാറ്റ് ആവും, വാട്ട് എവർ ദ കേസ് അവിടെ എന്ത് സംഭവിക്കാം. ബട്ട് ഡെഫേർഡ് ടാക്സ് എടുക്കുകയാണെങ്കിൽ എന്താണ് മാറ്റ് റേറ്റ് എടുക്കരുത്, റെഗുലർലി നോർമൽ റേറ്റ് ടാക്സിനകത്ത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അതാണ് അവിടെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? യെസ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് എത്ര വന്നേക്കുന്നത്, ഇറ്റ്സ് കംസ് ടു 6 ലാക്ക്. നമ്മുടെ മാറ്റിനകത്തുള്ള പ്രോഫിറ്റ് എത്രയാണ്, 3,50,000. ഇൻകം ടാക്സിനകത്ത് നമുക്ക് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000. ഓക്കെ ആണോ? നമുക്ക് വരേണ്ട ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് എത്രയാണ് വരുന്നത്, എത്ര വരുന്നത്, നമ്മളുടെ 6 ലാക്ക് ഓൾറെഡി ഉണ്ട്. ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ലാക്ക് മൈനസ് 60,000 ആയിരിക്കും വരുന്നത്. എത്രയായിരിക്കും അപ്പം, 5,40,000 ഉണ്ട്. 5,40,000 നമുക്ക് ഡെഫേർഡ് ടാക്സ് എത്രയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്,
ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ എത്രയാണോ ടൈമിംഗ് ഡിഫറൻസ് വരുന്നത് ഇൻറ്റു വാട്ട് വിൽ ബി ദ ടാക്സ് റേറ്റ്. ഇവിടുത്തെ ടാക്സ് റേറ്റ് എന്താണ്? AS22 പറയുന്നത് നിങ്ങൾ നോർമൽ ടാക്സ് എടുക്കാവൂ, ആ റേറ്റേ എടുക്കാവൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. 20% ആയിരിക്കും വരുന്നത്. യെസ്, എത്ര ആയിരിക്കും വരുന്നത്? 108,000 റുപ്പീസ്. ഓക്കെ ആണോ? ഇതായിരിക്കും നമ്മുടെ വരുന്നത്. ഇനി എന്താ ചോദ്യം, എന്താ പറഞ്ഞേക്കുന്നത്? എത്രയാണ് ഇത് എമൗണ്ട്, ടോട്ടൽ ടാക്സ് എമൗണ്ട് ഡെബിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മാറ്റ് ഓർ നമ്മളുടെ പ്രോഫിറ്റ്, ഇൻകം ടാക്സിനകത്ത് പ്രോഫിറ്റ്, ഇത് ഏതാണോ ഹയർ ആയിട്ടുള്ളത് ഇതിൻ്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ബുക്ക് പ്രോഫിറ്റ് എത്ര? 3,50,000 രൂപയാണ്. അതിന് പുറത്ത് എത്ര വരും? 7.5%. ഓക്കെ ആണോ? അത് വരുന്നതെന്ന് പറയുന്നത് 26,250 രൂപയാണ്. 26,250 ആണ് വരുന്നത്. ഓക്കെ ആണോ? ആൻഡ് ഇൻ കേസ് നമ്മളുടെ ഓൾറെഡി കാണുമ്പോഴേ അറിയാം ഇൻകം ടാക്സിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 60,000 ഉള്ളൂ. ടാക്സ് റേറ്റ് 20 ആണ് വരുന്നത്. എന്ന് പറയുന്നത് 12,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 12,000 ഓർ 26,250 വിച്ച് എവർ ഈസ് ഹയർ, ഏതാണ് ഹയർ ആയിട്ടുള്ളത് അതായിരിക്കും ടാക്സ്, കറണ്ട് ടാക്സ് ആയിട്ട് വരുന്നത്. ഇവിടെ എത്ര വരുന്നത്? ഇവിടെ ഈ ഹയർ എന്ന് പറയുന്നത് 26,250 ആണ്. 26,250 പ്ലസ് ദ ഡെഫേർഡ് ടാക്സ് 1,80,000. The total comes to yes 1,34,250 ആണ് എന്ത് വരുന്നത്? ടാക്സ് എക്സ്പെൻസ്. ടാക്സ് എക്സ്പെൻസ് വരുന്നത്. ഓക്കെ ആണോ? ഈ ഫിഗർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? P&Lനകത്ത് ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു AS ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ടൈം കുറച്ച് കൂടിപ്പോയി, ഇത്രയും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കാര്യങ്ങളൊക്കെ. ബട്ട് ദ കോൺസെപ്റ്റ് ക്ലാരിറ്റി അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് വേറെ എന്തെങ്കിലും ഇപ്പം ഏതെങ്കിലും AS വേണമെങ്കിൽ അത് പറഞ്ഞിരുന്നാൽ മതിയായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു ASനകത്തുള്ളത്. ഐ തിങ്ക് ഞാൻ സിമ്പിളായിട്ട് ഇത് പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെന്താണ്, CA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മളിപ്പം റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയി ഇരുന്ന് പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോസിനകത്തോടെ പറയുന്നത്. ഇപ്പം അവിടെ നമുക്ക് എടുക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് അതേ ടൈം പീരീഡ് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോയ്ക്കകത്തും എടുക്കേണ്ടി വരുന്നത്. ഓക്കെയാണ്. ഇപ്പം ചില സ്റ്റുഡൻസ് പറയും ഇത്രയും ലെങ്ത് കൂടി നമുക്ക് ഇരുന്ന് കാണാനുള്ള ഇതില്ല. ബട്ട് നമ്മൾ ക്ലാസ്സിലായാലും ഇത് കണ്ടേ പറ്റത്തുള്ളൂ, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ട് സിമ്പിളായി ആയിട്ട് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഒരു CA സ്റ്റുഡൻറ്റ്, ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻറ്റ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല ടൈം പീരീഡിനെ അത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പം 10 മിനിറ്റോ 20 മിനിറ്റിലോ അത് തീർക്കാൻ പറ്റുമായിരിക്കും. ബട്ട് അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ടൈം ഫ്രൂട്ട്ഫുള്ളായിട്ട് മറ്റൊരു ഫാക്കൽറ്റി അവിടെ തരുന്ന ആ ടൈം അവിടെ പോവുകയാണ്. ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിലേക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് ഇത് ടോട്ടൽ ടൈം പീരീഡ് വീണ്ടും നിങ്ങൾ എടുക്കും. അപ്പോൾ ഷോർട്ട് കട്ടുകളിലേക്ക് കൂടുതൽ പോകാതിരിക്കുക, മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ല, നിങ്ങൾക്ക് ഇപ്പം 2 മെത്തേഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെൽഫായിട്ട് കണ്ടുപിടിച്ച് പോയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നതും, മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നതുമാണ്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് നിങ്ങളിത് വീണ്ടും പോയി കണ്ടുപിടിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ടൈം. അവിടെ നിങ്ങൾക്ക് ടൈമാണ് പോകുന്നത്. CA കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിനകത്ത്
അത് വീണ്ടും ഇങ്ങനെ നീണ്ടു പോകുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് സെൽഫ് ലേണിംഗ് അത് കണ്ടുപിടിച്ച് ചെയ്യുന്നത് ഇന്ന് ഒരുപാട് റിസോഴ്സ് ഉണ്ട്. സോ നിങ്ങൾ അത് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ടൈമിങ്ങിനെ പറ്റി എനിക്ക് അതാണ് പറയാനുള്ളത്. ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻറ് ഒരിക്കലും ഇത്രയും നീണ്ടു പോകുന്ന ഒരു ക്ലാസ്സിനെ കുറിച്ച് ഒന്നും ചിന്തിക്കത്തില്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് എക്സാം പാസ്സാവണം, കോൺസെപ്റ്റ് കൂടുതൽ ബിൽഡ് ചെയ്യണം, എന്നിട്ടൊരു സക്സസ്ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നുള്ളതാണ്. അപ്പം അതിന് അനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മളും വർക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ബെസ്റ്റ് വിഷസ്. ഓക്കെ, ബൈ ബൈ.